So next topic is linear congruence. നമുക്ക് ലീനിയർ കോൺട്രുവൻസിലുള്ള ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാം. സോ വി ക്യാൻ ഹൗ ടു സോൾവ് ഇക്വേഷൻസ് ഇൻവോൾവിങ് എ സിംഗിൾ വേരിയബിൾ. അപ്പോൾ ഏത് ഫോമിലുള്ള ഇക്വേഷനാണ് എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേരിയബിൾ, ഇത് ഈ കാണുന്ന നമ്മുടെ ലീനിയർ കോൺട്രുവൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺട്രുവൻസിന് അല്ലെങ്കിൽ ഇക്വേഷന് ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ജി സി ഡി കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എ ഉണ്ട്, ഇവിടെ എൻ ഉണ്ട്, രണ്ടിനെയും ജി സി ഡി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ ഡി എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ഫസ്റ്റ് വി ഫൈൻഡ് ദ ജി സി ഡി ഓഫ് എ ആൻഡ് എൻ. അപ്പോൾ ജി സി ഡി കിട്ടി. നെക്സ്റ്റ് ഇഫ് ഡി ഡസ് നോട്ട് ഡിവൈഡ്സ് ബി, അപ്പോൾ ഡി കൊണ്ട് ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ സൊല്യൂഷൻ. അതുപോലെ ഇഫ് ഡി ഡിവൈഡ്സ് ബി, അതായത് ഡി കൊണ്ട് ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദർ ആർ ഡി സൊല്യൂഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെന്നാണ് നെക്സ്റ്റ് നോക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജി സി ഡി കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇഫ് ഡി ഡിവൈഡ്സ് ബി ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക. ഇനി അത് ട്രൂ ആണെങ്കിൽ നെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ താഴേക്ക് കാണുന്നത്. ഫസ്റ്റ് റെഡ്യൂസ് ദി ഇക്വേഷൻ ബൈ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ബൈ ഡി. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച ജി സി ഡി ഉപയോഗിച്ച് നമ്മൾ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിലും ലെഫ്റ്റിലും ബോത്തിലുള്ള റൈറ്റ് സൈഡിലും മോഡുലസ് ഉൾപ്പെടെയുള്ള എല്ലാ ടേംസിനെ റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു ബൈ ഡി. ഈ ഡിവിഷൻ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡുലോ കണ്ടുപിടിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് ദ റെഡ്യൂസ്ഡ് ഇക്വേഷൻ ബൈ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ എയും എ ഇൻവേഴ്സോട് മൾട്ടിപ്ലൈ എന്താവും, അത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഈക്വൽ ടു എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്തായിരിക്കും ബി ഇൻറ്റു എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡുലോ എൻ. അപ്പോൾ ദാറ്റ് വിൽ ബി ദ സൊല്യൂഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് നോട്ട്. ഈ ബാക്കിയുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ പർട്ടിക്കുലർ സൊല്യൂഷനാണ് ഫസ്റ്റ് കാണുന്ന എക്സ് നോട്ട് പ്ലസ് കെ ഇൻറ്റു എൻ ബൈ ഡി. കെ എന്ന് പറഞ്ഞ വാല്യൂ 0, 1, 2, 3 ഡി -1 വരെ പോവാം. എന്നും ഡി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇക്വേഷനിൽ നിന്ന് എം എൻ കിട്ടിയിട്ടുണ്ട്, ഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ കോൺട്രുവൻസ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ടു സോൾവ് ദ ഇക്വേഷൻസ് ഓഫ് ദ ഫോം എ എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് സി. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു എയുടെയും സിയുടെയും ജി സി ഡി കണ്ടുപിടിച്ചു. അത് നമ്മൾ ഡി എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇട്ടു. ഇനി ഇഫ് ഡി ഡസ് നോട്ട് ഡിവൈഡ്സ് ബി ആണെങ്കിൽ നോ സൊല്യൂഷൻ. ഇഫ് ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്, റെഡ്യൂസ് ദി ഇക്വേഷൻ ബൈ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ഇൻക്ലൂഡിങ് ദ മോഡുലസ് ബൈ ഡി. അപ്പോൾ ഈ ഇക്വേഷൻ അതായത് എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് സിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എ ബൈ ഡി എക്സ് വരും, കോൺഗ്രുവൻറ്റ് ടു ബി ബൈ ഡി വരും, മോഡുലോ സി ബൈ ഡി വരും. ഇൻക്ലൂഡിങ് ദ മോഡുലസ് എല്ലാ ടേംസിനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകേണ്ട സിറ്റുവേഷൻ എപ്പോഴാണ്, ഈ ഒരു സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ താഴേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇഫ് ഡി ഡിവൈഡ്സ് ബി, ജി സി ഡി കണ്ടുപിടിച്ച വാല്യൂ കൊണ്ട് നമുക്ക് ബീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത് റെഡ്യൂസ് ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ശരിക്കും ലെഫ്റ്റിലും റൈറ്റിലും കംപ്ലീറ്റ്ലി മൾട്ടിപ്ലൈ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. ലെഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെയുള്ള വാല്യൂയും അതിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 1. റിസൾട്ടൻ വാല്യൂ വിൽ ബി, ഇവിടെ നമുക്ക് എക്സ് മാത്രമേ ലെഫ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പകരം നമ്മുടെ ഈ എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, റൈറ്റിലുള്ള വാല്യൂയോട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് ദ ആൻസർ. സോ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എയുടെ ഇൻവേഴ്സ് എടുത്തു, ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ബൈ ഡി മോഡ് സി ബൈ ഡി. റൈറ്റിലുള്ള ബാക്കിയുള്ള പോർഷൻ അങ്ങനെ തന്നെയുണ്ട്. ഇതിൻ്റെ കൂടെ ആ എ ഇൻവേഴ്സോട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. Solve the equation 10x is congruent to 2 mod 15. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, 10നെ 15നെയും ജി സി ഡി കണ്ടുപിടിക്കുക. സോ ജി സി ഡി ഓഫ് 10, 15. അപ്പോൾ ഇതിന് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ 5 കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്യാം, 15നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5നേക്കാളും വലിയ വാല്യൂ ഒന്നുകൊണ്ട് നമുക്ക് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ജി സി ഡി ഓഫ് 10 and 15 ഈസ് 5. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഡി. നെക്സ്റ്റ് നമ്മൾ അപ്പോൾ എന്താണ് നോക്കേണ്ടത്, ഇഫ് ഡി ഡിവൈഡ്സ് ബി എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ബിയുടെ വാല്യൂ എന്താണ്, ഇതാണ് വാല്യൂ ബി. ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് ഡി. അപ്പോൾ 5 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ 5 ഡസ് നോട്ട് ഡിവൈഡ്സ് 2. സോ ദാറ്റ് മീൻസ് നമ്മളുടെ ഫസ്റ്റ് കേസ് ദാറ്റ് ഈസ് നോ സൊല്യൂഷൻ. അപ്പോൾ ഈ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല. നെക്സ്റ്റ് വൺ, 14x ഈസ് കോൺഗ്രുവൻറ്റ് ടു 12 mod 18. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 14ൻ്റെയും 18ൻ്റെയും ജി സി ഡി കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ദീസ് 2 നമ്പേഴ്സ്. അപ്പോൾ 14 നമുക്ക് 2 കൊണ്ട് ചെയ്യാം, 18നെയും 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 2നേക്കാളും വലിയ വാല്യൂസ് ഒന്നും നമുക്ക് ഉപയോഗിച്ച് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് ജി സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ വാല്യൂ ഡിവൈസർ കിട്ടുക, ദാറ്റ് ഈസ് 2.
അപ്പോൾ 2-നേക്കാളും വലുത് ഇപ്പോൾ 7 ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 7 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ 9 എടുക്കുകയാണെങ്കിൽ ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 കൊണ്ട് മാത്രമേ മാക്സിമം നമുക്ക് രണ്ടിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 എന്ന് പറഞ്ഞ GCD കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ B ആണ്, ഇത് നമ്മുടെ D ആണ്. D divides B. 12/2 നമുക്ക് ചെയ്യാമല്ലോ. സിൻസ് 2 exactly divides 12, we have exactly 2 solutions. D എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ 2 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് we will have exactly 2 solutions. ഇനി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. എന്ന് ഉപയോഗിച്ച് D ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ 14x is congruent to 12 mod 8 ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ കംപ്ലീറ്റ്ലി D നമ്മൾ 2 ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ 2 വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. 14/2 നമുക്ക് 7 കിട്ടി, 12/2 6 കിട്ടി, 18/2 9 കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഇക്വേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് AX is congruent to B mod C ഫോമിലാണ് ഇക്വേഷൻ. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 7 ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? ദാറ്റ് വിൽ ബി 1. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി റിമൈനിങ് എക്സ് മാത്രമായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ 6 × 7 ഇൻവേഴ്സ് ഇൻറ്റു മോഡ്. ഇനി ഈ 7ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ മോഡുലാർ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മോഡുലാർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒന്നുകിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡഡ് യൂക്ലിഡിയനിലൊക്കെ യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ ഉപയോഗിച്ച് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 7 ഇൻവേഴ്സ് മോഡുലോ 9 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 7 mod 9, 7ൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം R1 R2 അതായത് ഫസ്റ്റ് 2 വാല്യൂസ് ഓഫ് എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ ആയിട്ട് നമ്മൾ ഈ 7നെയും 9നെയും ഉപയോഗിക്കുന്നു. വലിയ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? R1 ആയിരിക്കണം. സോ 9ഉം R2ൻ്റെ വാല്യൂ 7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7 ഇൻവേഴ്സ് mod 9 ആണ്. അതിനുവേണ്ടി ഇതിനെ R1 ആയിട്ടും ഇതിനെ R2 ആയിട്ടും നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ അതാണ് 9 R1ലും 7 R2ലും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? R1 ഡിവൈഡ് ബൈ R2. 9 ഡിവൈഡ് ബൈ 7 ചെയ്തു. കോഷ്യൻ്റ് ഈസ് 1. റിമൈൻഡർ എത്ര കിട്ടും? 9 - 7 = 2. ഇനി ഇവിടുത്തെ ഇനിഷ്യൽ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. T1, T2 ആൻഡ് T. T1ൻ്റെയും T2ൻ്റെയും വാല്യൂ ഇനിഷ്യലി 0ഉം 1ഉം ആയിരിക്കും. ഇനി Tയുടെ വാല്യൂ നമ്മൾ T1, T2 ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. T ഈസ് വാല്യൂറ്റഡ് ആസ് T1 മൈനസ് കോഷ്യൻ ടൈംസ് T2. നേരത്തെ എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ T1 മൈനസ് Q2 ആണ് നമ്മളുടെ ഇക്വേഷൻ. സോ T1ൽ 0 ഉണ്ട്, മൈനസ് കോഷ്യൻ്റ് 1 ആണ്, ഇൻറ്റു T2 എന്ന് പറയുമ്പോൾ 1 ആണ്. 0 മൈനസ് 1 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു -1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ R2ലുള്ള വാല്യൂ R1ലേക്ക് എത്തി, Rലുള്ള വാല്യൂ R2ലേക്ക് എത്തി. അതേപോലെ തന്നെ T2ലുള്ള വാല്യൂ T1ലേക്ക് എത്തി, Tയിലുള്ള വാല്യൂ T2ലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്കിയെല്ലാം കണ്ടുപിടിക്കുന്നു. അപ്പോൾ 7 ഡിവൈഡ് ബൈ 2 നമുക്കറിയാം എത്ര കിട്ടും? കോഷ്യൻ്റ് 3 × 2 6 ആണ്. സോ കോഷ്യൻ്റ് വിൽ ബി 3. അപ്പോൾ റിമൈൻഡർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 7 മൈനസ് 2ൻ്റെ 3 മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 6 കിട്ടും. 7 - 6 = 1. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോഷ്യൻ്റ് ഇവിടെ എഴുതി, റിമൈൻഡർ ഇവിടെ എഴുതി. ഇപ്പോൾ ഈ വാല്യൂ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കിട്ടി, ഈ വാല്യൂ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഇനി ഈ T നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു T1 മൈനസ് Q ഇൻറ്റു T2. T1ൻ്റെ വാല്യൂ 1 ആണ്. സോ 1 മൈനസ് Q എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു -1. സോ 1 മൈനസ് 3 ഇൻറ്റു -1. -3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എന്തായി? +3 ആയി. സോ 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വാല്യൂസിനെ വീണ്ടും നമ്മൾ കോപ്പി ചെയ്യുന്നു. ഈ R2ലുള്ള 2 R1ലേക്ക് എത്തി, Rലുള്ള 1 R2ലേക്ക് എത്തി. അതേപോലെ തന്നെ T2ലുള്ള -1 T1ലേക്ക് എത്തി, Tയിലുള്ള 4 T2ലേക്ക് എത്തി. നെക്സ്റ്റ് വീണ്ടും നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. 2 ഡിവൈഡ് ബൈ 1 കോഷ്യൻ്റ് ഈസ് 2. അപ്പോൾ 2 ഡിവൈഡ് ബൈ 1 കോഷ്യൻ്റ് ഈസ് 2 ആൻഡ് റിമൈൻഡർ ഈസ് 0. അപ്പോൾ ഈ വാല്യൂ ഇവിടുന്ന് കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇതും ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ഉപയോഗിച്ച് അതേ ഇക്വേഷൻ തന്നെ, T1 മൈനസ് കോഷ്യൻ്റ് ഇൻറ്റു T2. അപ്പോൾ T1ൽ -1 ആണ്. സോ -1 മൈനസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 4. സോ -1 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു -9. ഇനി അഗെയിൻ വാല്യൂസ് നമ്മൾ ഒന്നുകൂടി കോപ്പി ചെയ്യുന്നു. അപ്പോൾ 1 നമുക്ക് R1ൽ കിട്ടി, 0 R2ൽ കിട്ടി. അതേപോലെ തന്നെ T2ലുള്ള 4 T1ൽ കിട്ടി, Tയിലുള്ള -9 T2ലും കിട്ടി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ R2 0 ആണ്, R1 = 1. എന്ന് പറഞ്ഞാൽ GCD നമുക്ക് കിട്ടിയ എന്താണ്? R1ലെ വാല്യൂ ആയിരിക്കും നമ്മളുടെ GCD. അപ്പോൾ R2 0 ആകുമ്പോൾ R1ൽ കിട്ടുന്നത് എന്താണോ അതാണ് GCD. സോ R1 = 1 ആണ്. സോ GCD = 1.
അപ്പോൾ അതേ സമയത്ത് നമുക്ക് T1 കിട്ടുന്ന എന്താണോ അതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ 7 ഇൻവേഴ്സ് മോഡ് 9 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 6 ഇൻറ്റു 7 ഇൻവേഴ്സിന് പകരം 4 കൊടുക്കുക. സോ 6 ഇൻറ്റു 4 മോഡ് 9. 6 4 എത്രയായിരിക്കും, 6 4 24 മോഡ് 9. ഇനിയിപ്പോൾ 9 ടേബിൾ നോക്കിയാൽ 9 ഇൻറ്റു 2 നമുക്ക് 18 ആണ്. 9 ഇൻറ്റു 3 വരുമ്പം 27 ആയി അല്ല. അപ്പോൾ 27 നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് 18 വരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 4 24 മോഡ് 9 എന്ന് വെച്ചാൽ 24നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ കോഷ്യൻ്റ് 2 കിട്ടും. 9 ഇൻറ്റു 18 കിട്ടും. 24 മൈനസ് 18 എത്രയാണ്, വിൽ ഗെറ്റ് ദ റിമൈൻഡർ വാല്യൂ ഓഫ് 6. അപ്പോൾ ഇതാണ് നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ x0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി സെക്കൻഡ് സൊല്യൂഷൻ x1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ x1 ഈക്വൽ ടു x0 പ്ലസ് k ഇൻറ്റു n ബൈ ഡി. അപ്പോൾ x1 ഈക്വൽ ടു x0 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ഇവിടെ നമുക്ക് 6 കിട്ടി. 6 പ്ലസ് കെയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞാണ് കൊടുക്കുക. k ഇൻറ്റു നമ്മുടെ മോഡിലോ n ഉണ്ട് 18 ബൈ ഡി. 18 ബൈ 2 എന്ന് പറയുമ്പോൾ എന്തായി, 9 ആയി. സോ 1 ഇൻറ്റു 9 ഇസ് 9. 9 പ്ലസ് 6 ഈക്വൽ ടു 15. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ രണ്ട് സൊല്യൂഷൻസ്. അപ്പം x0 ഈക്വൽ ടു 6 കിട്ടും, x1 ഈക്വൽ ടു 15 കിട്ടും. ഈ ബോത്ത് സൊല്യൂഷൻ സാറ്റിസ്ഫൈ ദ കോൺഗ്രുവൻസ് റിലേഷൻ. നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. 14 ഇൻറ്റു ഇവിടെ നമുക്ക് എക്സിന് വരെ എന്ത് കൊടുത്ത് നോക്കുക, 6 കൊടുത്ത് നോക്കുക, സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ 15 കൊടുത്ത് നോക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തുമ്പോഴത്തേക്ക് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിൽ സ്റ്റെപ്സ് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, എയുടെയും എന്നിൻ്റെയും മോഡുലസിൻ്റെയും GCD കണ്ടുപിടിച്ചു. ഇനി ഈ GCD കൊണ്ട് ഈ ബീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. പറ്റുമെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, പറ്റില്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല. പറ്റുമെങ്കിൽ D സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഈ D എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ GCD എന്താണോ അത്രയും സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 കിട്ടുകൊണ്ട് 2 സൊല്യൂഷൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ കോൺട്രുവൻസിനെ ഈ D ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തു കംപ്ലീറ്റ്ലി, മോഡുലസ് ഉൾപ്പെടെ. അപ്പോൾ ഇതിനെ 2 ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റിൽ കിടക്കുന്ന A എന്താണോ അതെടുക്കുക, അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് ദ ഫസ്റ്റ് ആൻസർ. അപ്പോൾ 7ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ലെഫ്റ്റിൽ നമുക്ക് ചേഞ്ച് ഒന്നും വരാത്തതുകൊണ്ടാണ് നമുക്കത് പറയാനില്ലാത്തത്. അപ്പോൾ റൈറ്റിൽ നമുക്ക് 6 ഇൻറ്റു ആ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് പറഞ്ഞത്. ഒന്നുകിൽ ഇത് എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 7ൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയാലാണ് മോഡ് 9 എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 7 ഇൻറ്റു 4 ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 4 28 കിട്ടും. 28 മോഡ് 9 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും ഇല്ലേ. 28 മോഡ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 28നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 3 27 ആണ്. അപ്പോൾ 28 27 പോയി കഴിഞ്ഞാൽ റിമൈൻഡർ വിൽ ബി 1. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ ട്രയൽ ആൻഡ് എറർ ഉപയോഗിച്ച് 7 എന്ന് പറഞ്ഞാൽ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏതിനാണ് റിമൈൻഡർ വാല്യൂ 1 കിട്ടുക നോക്കുക. അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ എക്സ്റ്റൻഡഡ് യൂക്ലിഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇക്വേഷൻ 3x + 4 is congruent to 6 mod 30. ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് എത്തിക്കണം, നമ്മുടെ ലീനിയർ കോൺട്രുവൻസിൻ്റെ ഫോമിലേക്ക് എത്തിക്കണം. AX is congruent to B mod. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്കൊരു +4 കാണുന്നുണ്ട്. ഈ 4നെ നമുക്ക് കളയണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു -4 ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നു. സോ വി ആഡ് -4 ടു ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇവിടെ -4 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 3x + 4 -4 എന്ന് പറയുമ്പോൾ അത് 3x ആയിട്ട് മാറി. +4 -4 പോയി. ഇനി ഇവിടെ 6 - 4 വരുമ്പോൾ എന്തായി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ദി എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 13 നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ GCD കണ്ടുപിടിക്കുകയാണ്. 3യുടെയും 13ൻ്റെയും GCD എന്തായിരിക്കും, പ്രൈം ആയതുകൊണ്ട് നമുക്ക് GCD 1 ആയിരിക്കും കിട്ടും. ഇവിടെ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇക്വേഷൻ ഹാസ് ഓൺലി 1 സൊല്യൂഷൻ. അപ്പോൾ D നമുക്ക് 1 ആണ് കിട്ടിയിരിക്കുന്നത്, അല്ല GCD 1 ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞു 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കുക, മോഡുലോ 13, എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻവേഴ്സ് mod 13 കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് BU ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 3 ഇൻവേഴ്സിൻ്റെ പ്രോസസ്സാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. നമുക്ക് 3 ഇൻവേഴ്സ് mod 13 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 13ഉം 3ഉം ആണ് നമ്മുടെ R1 ആൻഡ് R2. സോ 13 ഉണ്ട്, 3 ഉണ്ട്. ഇനി ഫസ്റ്റ് 13 ഡിവൈഡ് ബൈ 3 ചെയ്തു, നമുക്ക് ക്വോഷ്യൻ്റ് എന്ത് കിട്ടി, 4 കിട്ടി. 3 × 4 12. റിമൈൻഡർ വാല്യൂ വിൽ ബി 13 - 12 = 1. അതിവിടെ എഴുതി. അപ്പോൾ ഡിവൈഡ് ചെയ്തു, ക്വോഷ്യൻ്റ് ഇവിടെ എഴുതി, റിമൈൻഡർ ഇവിടെ എഴുതി. T1ൻ്റെ വാല്യൂ 0യും T2ൻ്റെ വാല്യൂ 1ഉം ആക്കി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഈ T നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, T1 - Q × T2. സോ 0 - 4 × 1, ദാറ്റ് ഈസ് -4. നെക്സ്റ്റ് നമ്മൾ വാല്യൂസിനെ കോപ്പി ചെയ്യുന്നു. ഈ R2ലുള്ള 3 ഇങ്ങോട്ടേക്ക് വന്നു, Rലുള്ള 1 ഇങ്ങോട്ടേക്ക് വന്നു.
അതുപോലെ T2ലുള്ള 1 T1ലെത്തി, Tയിലുള്ള -4 T2ലേക്ക് എത്തി. നെക്സ്റ്റ് നമ്മൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. 3 ഡിവൈഡ് ബൈ 1 കോഷ്യൻ്റ് ഈസ് 3, റിമൈൻഡർ ഈസ് 0. ഇപ്പോൾ T1 T2 നമ്മുടെ കയ്യിൽ ഇങ്ങനെ കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി T കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും? T1 മൈനസ് Q2. സോ 1 മൈനസ് 3 ഇൻറ്റു -4. -3 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ +12 ആകും. സോ 1 + 12 ഈക്വൽ ടു 13. നെക്സ്റ്റ് നമ്മൾ ഒന്നും കൂടി വാല്യൂസ് കോപ്പി ചെയ്യുന്നു. ഈ 1 ഇങ്ങോട്ടേക്ക് എത്തി, ഈ 0 ഇങ്ങോട്ടേക്ക് എത്തി. -4 T1ലേക്ക് എത്തി, 13 T2ലേക്ക് എത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ R2ൽ 0 ആകുമ്പം R1ൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ GCD. ഇവിടെ R1 = 1 ആണ്. സോ ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ T1ലുള്ള വാല്യൂ ആയിരിക്കും നമ്മളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് -4 ആണ് നമുക്കിവിടെ 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് കിട്ടുക. സോ -4 mod 13. -4 mod 13 നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാം? -4 mod 13 നമുക്ക് എന്ത് പറയാം? 4ൻ്റെ 13 നെക്സ്റ്റ് മൾട്ടിപ്പിൾ അങ്ങോട്ടേക്കാണ് വരിക എന്ന് നോക്കാം. ഈ 4ൻ്റെ നെഗറ്റീവ് സൈഡിൽ നമ്മൾ പോവുകയാണ്. -4 നെക്സ്റ്റ് -13 അല്ലേ വരിക. അപ്പോൾ 13ൻ്റെ മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ -4ഉം -13 ഇടയ്ക്കുള്ള ഡിഫറൻസ്, അതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ നെഗറ്റീവ് മോഡിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാണോ വരുന്നത് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ -4ൻ്റെ എക്സ് ആക്സിസിൽ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത 13 വരുന്ന മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ -13 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ -13 ഉണ്ട്, ഇവിടെ -4 ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 - 4 = 9. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 9 mod 13. അപ്പോൾ 3 ഇൻവേഴ്സ് mod 13 നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. സോ 9 × 2 ദാറ്റ് ഈസ് 18 mod 13. 18 mod 13 എന്ന് വെച്ചാൽ 18 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ ദിസ് ഈസ് ദ only solution of this particular equation. അപ്പോൾ ഇത്രേ ഉള്ളൂ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ്.